ഇത് നിങ്ങൾക്ക് നോളജ് വേണോ? 21 തെറ്റിച്ചവരാരെങ്കിലും ഉണ്ടോ? സി അല്ലാതെ വേറെ എന്തെങ്കിലും എടുത്തുണ്ടോ? 21 ഡിയോ? സ്പീഷ്യസ് റിച്ച്നെസ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നില്ലേ? അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആകെപ്പാട് അറിയാൻ എന്താ? ദ വേർഡ് റിച്ച്, ദ വേർഡ് ഈവൻ. റിച്ച് മീൻസ് വാട്ട്? കൂടുതൽ. ഇനി ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചേ. രണ്ടാമത്തേന് എന്താ പ്രശ്നം? സ്പീഷ്യസ് ഈവൻനെസ് ഈസ് എ മെഷർ ഓഫ് ദ റിലേറ്റീവ് അബണ്ടൻസ് അല്ലേ? അബണ്ടൻസ് മീൻസ് വാട്ട്? ഓഫ് ദ ഡിഫറെൻറ്റ് സ്പീഷ്യസ് എന്ന് കണ്ടിട്ടില്ലേ? ആ വേർഡ് ശ്രദ്ധിച്ചില്ലേ? മീൻസ് ഈവൻനെസ് മീൻസ് വാട്ട്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീഷ്യസ്. നിങ്ങൾ ആ ഒരു ഇതിനകത്തൊരു എക്സാമ്പിൾ ഉണ്ട്, നല്ലൊരു കിട്ടുന്ന എക്സാമ്പിൾ ഉണ്ട് ഇതിനകത്ത് PMF-ൽ. ഈവൻനെസ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ വരുന്നത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീഷ്യസിൻ്റെ അബണ്ടൻസ് ആണ്. ഒരു 10 സ്പീഷ്യസ്, ഇപ്പം നമ്പർ ഓഫ് സ്പീഷ്യസ് രണ്ടിടത്തും 10. സിമ്പിളാണ്. റിച്ച്നെസ്സും എയിലും 10, ബിയിലും രണ്ടിടത്ത്, രണ്ട് എക്കോസിസ്റ്റത്തിലും എന്താണ് 10 ഉണ്ട്. പക്ഷേ എയിൽ മൊത്തം ടൈഗറാണ്. അപ്പോൾ അവിടെ എന്തുണ്ട്? റിച്ച്നെസ്. ബിയിലെല്ലാം ഒരു 5 ടൈഗർ അല്ലെ 5 ലയൺ. ടൈഗർ ലയൺ ഒരുമിച്ച് വരത്തില്ല, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എന്തായി? ഈവൻനെസ് അവിടെയാണ് കൂടുതലും. ഓക്കെ, അപ്പോൾ അതാണ് ഈവൻനെസ്. അപ്പോൾ അവിടുത്തെ കീവേഡ് ഇതാണ്, ഡിഫറെൻറ്റ് സ്പീഷ്യസ് എന്ന് കിടക്കുന്നുണ്ടാ. സ്പീഷ്യസ് ഈവൻനെസ് ഈസ് എ മെഷർ ഓഫ് ദ റിലേറ്റീവ് അബണ്ടൻസ് ഈസ് ഓക്കെ, അവിടെ വരെ ഓക്കെ. ഓഫ് ഡിഫറെൻറ്റ് സ്പീഷ്യസ്, ദാറ്റ് ഈസ് ദ വേർഡ്. ഓഫ് സെയിം സ്പീഷ്യസ് എന്ന് പറഞ്ഞ് എനിക്ക് അവിടെ തെറ്റിക്കായിരുന്നു നിങ്ങളെ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഞാൻ ചെയ്തില്ല, അതാണ് തെറ്റ്. ഓക്കെ, ഡിഫറെൻറ്റ് സ്പീഷ്യസ്. ക്ലിയർ? വാട്ട് ഈസ് ആൻസർ? സി. നെക്സ്റ്റ് വൺ. ഇതിനകത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും നിങ്ങൾക്ക് വേർഡിൽ നിന്ന് കണ്ടെത്താം. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നോളജ് വേണം. കീ സ്റ്റോൺ സ്പീഷ്യസ്. ആ വേർഡിൽ തന്നെ നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോവാണ്. അറിഞ്ഞുകൂടാൻ ചെയ്യണ്ടേ? കീ സ്റ്റോൺ സ്പീഷ്യസ്, അതിൻ്റെ അഡീഷൻ അല്ലെങ്കിൽ ലോസ്, മേജർ ചേഞ്ചസ്, ശരിയല്ലേ? കീ സ്റ്റോൺ സ്പീഷ്യസ്, ടൈഗർ കീ സ്റ്റോൺ അല്ലേ? ഒരു എക്കോസിസ്റ്റത്തിൽ കീ സ്റ്റോൺ സ്പീഷ്യസിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒന്നെങ്കിൽ മാറ്റുന്നു അല്ലെ ആഡ് ചെയ്യുന്നു. വാട്ട് വിൽ ഹാപ്പൻ? ആ എൻറ്റയർ എക്കോസിസ്റ്റം ഡിസ്റപ്റ്റ് ആവും. If keystone species is lost, it will result in degradation. Then this one, keystone species, is also called as sentinel species. You don't know that. അറിഞ്ഞുകൂടാ. അത് ഇൻഡിക്കേറ്റർ സ്പീഷ്യസിനെയാണ് അങ്ങനെ പറയുന്നത്. ഇനി ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരാം, അടുത്ത എക്സാം തൊട്ട് ഉപയോഗിക്കുക. വേറൊന്നുമല്ല, അതൊക്കെ ആക്ച്വലി ഇറ്റ്സ് നോട്ട് ഗുഡ് ഐഡിയാസ്. നോളജിന് ബിയോണ്ട് ആണ് സ്റ്റേറ്റ്മെൻ്റ് എങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലും നിങ്ങൾ ധാരണയിലെത്തി. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ ഇടുന്ന ഒരാൾ, ഒരു ഐഡിയ ആണ് പറഞ്ഞു തരുന്നത്, 3 സ്റ്റേറ്റ്മെൻറ്റ് കൂടെ അങ്ങ് ശരിയാക്കാനാണെങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻ ആവശ്യമുണ്ടോ? അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം എന്ത് ചെയ്യണം? തെറ്റിക്കണ്ടേ? അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എന്താണ് ഒരു ഗുഡ് വേ അല്ല. പക്ഷെ നിങ്ങളിത് ആൻസർ ചെയ്യണ്ടേ? ആൻസർ ചെയ്യാൻ നേരം ഇത് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും ശരിയാണ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? only 2 എടുക്കുക എന്നുള്ളതേ ഞാൻ പറയുള്ളൂ. 2 ക്വസ്റ്റ്യൻ ചിലപ്പോൾ ശരിയാവും, 3 ക്വസ്റ്റ്യൻ ശരിയാവും, ഒരെണ്ണം ചിലപ്പോൾ തെറ്റും. പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ഈ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ. അല്ലാതെ എക്സാം ഹോളിൽ ചെന്നിട്ട് ഇങ്ങനെ കുറേ ഐഡിയാസ് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം പാളിപ്പോവും. ഓക്കെ, അവിടെ ചെന്ന് പ്രാക്ടീസ് ചെയ്യുക. അതിനാണ് ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു യൂസ് ദ അപ്രോച്ചസ്. So you know about first statement, you know about the second statement, but you don't know anything about the third statement, and it is a clear fact. And you should assume that this fact is wrong. അങ്ങനെ ഞാൻ പറയുള്ളൂ. ചെയ്തു നോക്കുക അടുത്ത ടെസ്റ്റിൽ. ഇനി ഇത് രണ്ടും തെറ്റാണ്, ഉറപ്പാണ്. ഇത് രണ്ടും തെറ്റാണ്. ഒരു എക്സാമ്പിൾ പറയാം, ഇത് രണ്ടും തെറ്റാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്, പക്ഷേ ഇത് ഫാക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് തിരിച്ച് ചിന്തിക്കാം, ടേക്ക് ഇറ്റ് ആസ്. കാരണം 3 കൂടെ അങ്ങ് തെറ്റിക്കാനുള്ള സാധ്യത എന്താണ്? കുറവാണ്. ഓക്കെ, ഇത് നമ്മൾ പറയുമ്പം ഓർക്കണം, ഇത് നമ്മൾ ഉപയോഗിക്കുന്ന അവസാനത്തെ കഴിയാണ്. ഓക്കെ, 18 അടവുകൾ നമ്മളുടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ളതാണ്, നോട്ട് ഇൻ ഫസ്റ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് ഉപയോഗിച്ചാൽ ശരിയാകാം, തെറ്റാകാം. ഇറ്റ് ഈസ് അപ് ടു യു വെദർ ടു ടേക്ക് ദ റിസ്ക്. UPSC പ്രിലിംസിൽ നമ്മൾ ചില റിസ്ക് എടുക്കേണ്ടി വരും. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ആ റിസ്ക് നമ്മൾ എടുക്കുക. ഈ റിസ്ക് എടുക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ എക്സാമിന് ഇറങ്ങി, ഈ പരിപാടിക്ക് ഇറങ്ങിയത്. റിസ്ക് എടുത്തേ പറ്റൂ. നിങ്ങൾ പോയിട്ടേ PYQ ഈ അപ്രോച്ചസ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കേണ്ട എവിടെയാണെന്ന് അറിയാവോ? ഈ പറഞ്ഞു തരുന്നത് PYQ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഇതെടുത്തിട്ട് നിങ്ങൾക്ക് അറിയാം. കാരണം കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. അതിട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോഴേ എന്ത് ചെയ്യുക? ഇതൊക്കെ ഉപയോഗിക്കുക. 2 എണ്ണം അറിയാം, പക്ഷേ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നോക്കുക. അങ്ങനെ എടുത്തിട്ട് ഒരെണ്ണം അല്ല, ഒരു 10 എണ്ണം ചെയ്യുമ്പോൾ അതിൽ എത്ര എണ്ണം ശരിയാണെന്ന് നോക്കുക. ഇങ്ങനെയാണ് പെർസെൻറ്റേജ് എടുക്കുന്നത് പല ആൾക്കാർ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ലാസ്റ്റ് വെപ്പൺ. സി, ബയോ പ്രോസ്പെക്റ്റിംഗ് വേർഡ് നോക്കൂ. റെഫേഴ്സ് ടു എക്സ്പ്ലോറിംഗ് ബയോഡൈവേഴ്സിറ്റി. എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ ബയോ പ്രോസ്പെക്റ്റിങ്ങിനകത്ത്? പഠിക്കാൻ സാധ്യത പറ.
ഫസ്റ്റും സെക്കൻഡും തമ്മിലുള്ള കണക്ഷൻ പറ. ഫസ്റ്റ് ശരിയാണെങ്കിൽ സെക്കൻഡ് എന്തായാലും ശരിയല്ലേ, ഫസ്റ്റ് തെറ്റാണെങ്കിൽ സെക്കൻഡ് എന്തായാലും തെറ്റല്ലേ? വായിച്ചായിരുന്നോ നന്നായിട്ട്? അപ്പോൾ ഒന്നെങ്കിൽ രണ്ടും ശരിയല്ലേ രണ്ടും തെറ്റ്. രണ്ടും തെറ്റെന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല, ഇത്തരം ക്വസ്റ്റിന് വന്നിട്ടില്ല. സോ യുവർ ആൻസർ ഈസ് എ. മനസ്സിലായോ? ഐഡിയ കിട്ടി, അറിഞ്ഞുകൂടാ. ബട്ട് ഫസ്റ്റും സെക്കൻഡും ഒരുമിച്ച് ഇവിടെ ശരിയാവുള്ളൂ, രണ്ടും കോംപ്ലിമെൻ്ററിയാണ് അല്ലേ? ശരിയല്ലേ? നോക്കി, ബയോ പ്രോസ്പെക്ടിങ് എന്ന് പറയുന്നത് എക്സ്പ്ലോർ ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് എന്താണ്? ഡിറൈവിങ് പ്രോഡക്ട്സ് ഓഫ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ബൈ നേഷൻസ് എൻഡോഡ് വിത്ത് റിച്ച് ബയോഡൈവേഴ്സിറ്റി ബൈ എക്സ്പ്ലോറിങ്. മനസ്സിലായോ ഐഡിയ? ഞാൻ ഉദ്ദേശിച്ച അപ്രോച്ച് മനസ്സിലായോ? ആ ചോദ്യത്തിനകത്ത് സൈഡിൽ എഴുതി വെച്ചോണം. ഇത് ഒന്നെങ്കിൽ രണ്ടും ശരിയാവണം, അല്ലെ രണ്ടും തെറ്റാവണം. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിലാണേ ബയോ പ്രോസ്പെക്ടിങ് എന്താണെന്ന്. ഇനി അന്നേരം നിങ്ങൾ എന്ത് ചെയ്യുക? അത് ശരിയെന്ന് എടുത്തു. അപ്പം എന്താണ് എ? ദിസ് വൺ, ലിസൺ. എനിക്കൊരു കാര്യം പറയേണ്ടതിൽ. സോ ഇറ്റ് ഈസ് അബൌട്ട് IPBES. കേട്ടിട്ടുണ്ടാവില്ലല്ലോ, ആദ്യമായിട്ടല്ലേ കേൾക്കുന്നത്? ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എക്സാം ഉള്ളൂ ഇതുപോലൊരു സാധനം വന്നു എന്ന് കരുതുക. തെറ്റാണ്ടിരിക്കുക. നമ്മൾ അപ്രോച്ച് ഉപയോഗിക്കാൻ പോവാണ്. ഫസ്റ്റ് വൺ, IPBES ബോൺ ജർമ്മനി. ഒരു ഫാക്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എത്ര ഫാക്ട് ഉണ്ടെന്ന് നോക്കിക്കേ. 148 മെമ്പർ കൺട്രീസ് ഇൻക്ലൂഡിങ് ഇന്ത്യ. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത് അല്ലേ? ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ എത്ര ഫാക്റ്റ് ഉണ്ട്? അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിനെ പറ്റി പറയുന്നുണ്ട്, അത് വേണേൽ ഇൻ്റർചേഞ്ച് ചെയ്യാം. നമ്പർ പറയുന്നുണ്ട്, അത് വേണേൽ ഇൻ്റർചേഞ്ച് ചെയ്യാം. ഇന്ത്യ ഇൻക്ലൂഡ് ആണോ എന്ന് പറയുന്നുണ്ട്. അറിഞ്ഞുകൂടാ നമുക്ക്? ഇത്രയും ഫാക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങളിത് ശരിയായിട്ട് ഒരിക്കലും എടുക്കരുത്. ഓക്കെ, നൗ ഇറ്റ് ഈസ് ഓഫൺ ഡിസ്ക്രൈബ്ഡ് ആസ് ഇന്റർഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഫോർ ബയോഡൈവേഴ്സിറ്റി. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? ഇറ്റ് ഈസ് ഓഫൺ ഡിസ്ക്രൈബ്ഡ് ആസ് എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിലേ അത് ഒരിക്കലും ഉറപ്പിച്ചങ്ങ് പറയല്ലോ. ചില സമയത്ത് ഇതിനെ നമ്മൾ എന്തെന്നത് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ആണെന്നും പറയുന്നില്ല. ഇറ്റ് ഈസ് ഓഫൺ ഡിസ്ക്രൈബ്ഡ് ആസ് ദ ഇന്റർഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. വേർഡല്ല നമ്മൾ നോക്കിയത്. IPCC എന്നും അല്ല പറയുന്നത്, ഫോർ ബയോഡൈവേഴ്സിറ്റി. ചാൻസസ് ആർ ദെയർ. അത് തെറ്റെന്ന് എടുക്കരുത്. അതിനെ നെഗേറ്റ് ചെയ്യാൻ നമുക്ക് വഴിയില്ല. IPCC വേറെയാണെന്ന് ആലോചിച്ചു, ദാറ്റ് ഈസ് ഗുഡ്. പക്ഷേ IPCC ഫോർ ബയോഡൈവേഴ്സിറ്റി എന്ന് അവർ പറഞ്ഞു കേട്ടില്ലേ? IPCC എന്താണെന്ന് അറിയാവുന്നവരൊക്കെ അത് എന്തായാലും ശരിയായിട്ട് എടുക്കാമായിരുന്നു. IPCC കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരുന്നു അന്നേരം ഇത് പറയുന്നതിന് അർത്ഥമുണ്ട്. IPCC എൻ്റലി ഡിഫറെൻറ്റ്, പക്ഷേ IPCC ആണെന്നല്ലല്ലോ പറയുന്നത്. IPCC ഫോർ ബയോഡൈവേഴ്സിറ്റി. മനസ്സിലായോ? അത് ഓഫൺ എന്നല്ലേ പറയണത്. ദെൻ ഇത് കണ്ടോ, ഇങ്ങനൊരു റിപ്പോർട്ട് നിങ്ങൾ കുറച്ച് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് കുറേ റിപ്പോർട്ടുകൾ നിങ്ങൾ പഠിക്കും. കുറച്ച് പഠിക്കുമ്പോൾ ഇപ്പോൾ വേൾഡ് ബാങ്കിൻ്റെയും IUCN ഒക്കെ റിപ്പോർട്ട്സ് നമ്മൾ എന്ത് ചെയ്യും? നോർമലി പഠിക്കും. അപ്പോൾ അതിനൊക്കെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ യുണീക്ക് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് നോൺ ആയിരിക്കും, അറിയായിരിക്കും നമുക്ക്. ഇങ്ങനൊരു സാധനം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഗ്ലോബൽ അസസ്മെൻറ്റ് റിപ്പോർട്ട് ഓൺ ബയോഡൈവേഴ്സിറ്റി ആൻഡ് എക്കോസിസ്റ്റം സർവീസ് 2000. ഞാൻ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് എവിടുന്നെങ്ങാണ്ട് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് റിപ്പോർട്ട് എടുത്തുകൊണ്ട് അവിടെ കൊണ്ടുവന്നിടുമോ? അതോ ഞാൻ ആ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട് നോളജ് കണ്ടപ്പോൾ എടുത്ത് പ്ലേസ് ചെയ്തതാണോ? എന്തായിട്ടാണ് തോന്നുന്നത്? അല്ലേ? അത് അങ്ങനെയല്ലേ? മനസ്സിലായ ഐഡിയ? യൂസ് ചെയ്ത അപ്രോച്ച് എന്താണ്? ഇതൊരു വളരെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, വളരെ ജനറലായിട്ട് അധികം ആൾക്കാർ കേട്ടിട്ടില്ലാത്തൊരു റിപ്പോർട്ടാണ്. ഓക്കെ, എപ്പോഴാണ് ഇതൊക്കെ ഉപയോഗിക്കുക? അറിയാത്തപ്പോഴാണേ. അല്ലാണ്ട് നോളജിനെ മറിച്ച് വെക്കാൻ നമുക്ക് വേറൊന്നുമില്ല. ഓക്കെ, നമ്മുടെ നോളജാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഇതൊക്കെ ലാസ്റ്റ് പൊടിക്കൈകളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്താണ് ആൻസർ? 2 and 3. ആ കീയും കൂടെ നോക്കുവാണേ. 2 and 3.